ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്കിൽ കറികളൊന്നും ഇല്ലാതെ തനിയെ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കിടിലനായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തുള്ളത്. അരിപ്പൊടി ഏതും എടുക്കുക കേട്ടോ. പുട്ടുപൊടി ഒഴികെയുള്ള ഏത് അരിപ്പൊടി എടുക്കാം. അതായത് പത്തിരി, ഇടിയപ്പം അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഒറോട്ടിപ്പൊടിയില്ലേ, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. പത്തിരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒറോട്ടിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിയിൽ എടുത്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ 3 കപ്പ് വെള്ളമാണ്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും നമുക്ക് നനവ് എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ 1-1.5 കപ്പ് എന്നുള്ള രീതിയിൽ 3 കപ്പ് തിളച്ച വെള്ളം ഇതാ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പൊടിയുടെ എല്ലാ സൈഡിലും നനവ് എത്തിക്കിട്ടണം. അത്രേ പരിപാടി ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തൊടാൻ പാകത്തിന് ചൂടായിട്ട് വരട്ടെ. അങ്ങനെ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മൾ തൊട്ട് നോക്കുക. കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുള്ള ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴക്കുന്നതിന് മുന്നേ ആയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അര മുതൽ 1/4 കപ്പ് വരെ, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറായി ഒരു അപ്പത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് സെറ്റാക്കിയത് കൊണ്ട് തന്നെ കുഴക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. വേഗം തന്നെ റെഡി ആയിട്ട് കിട്ടിക്കളും. കൈ പൊള്ളും കേട്ടോ, കാരണം ഒരുപാട് ചൂട് തണുത്തിട്ട് കുഴക്കരുത്, അപ്പോൾ നന്നായിട്ട് കിട്ടില്ല. നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ കുഴച്ചെടുക്കണേ. അങ്ങനെ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അടിയിൽ പിരിച്ചു കൊടുത്ത് വെച്ചാൽ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇത് കക്കറോട്ടിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക. ജസ്റ്റ് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ഇട്ട് കൊടുക്കാം. ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലോ ഏതാണോ ഇഷ്ടമുള്ള ഷേപ്പ് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ തട്ടിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു തട്ട് തന്നെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ അതിനിടയിൽ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെള്ളം കൂടി സ്റ്റീമറിൻ്റെ തട്ടിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 12 മിനിറ്റ് മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. കാരണം നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ വാട്ടിയെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഏകദേശം ഒരു 12 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ഓരോന്നോരോന്നാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി. ചൂടോടെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു ചമ്മന്തി മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് ആ ഒരു സെയിം അളവ് തന്നെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ 2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 4-5 ചെറിയുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒരുപാട് വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ അപ്പത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരക്കരുത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമല്ലോ, 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പം ഇല്ല, അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കണ്ടില്ല ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ട് ലാസ്റ്റ് ഒന്ന് കാച്ചിപ്പാരുക, എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 വറ്റൽമുളക്, ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് വറവിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചമ്മന്തിയില്ല, അത് ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും മാറൊന്നും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചമ്മന്തി ഒന്ന് ചൂടായി കിട്ടുക. അത്രേ പരിപാടിയുള്ളൂ.
അപ്പോൾ ഇതുപോലെ മിക്സാക്കി ചമ്മന്തി ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അപ്പം ഇല്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-1.5 മിനിറ്റ്, ഒരു ഏകദേശം 2 മിനിറ്റോളം ഫ്ലെയിം കുറച്ചിട്ട് അവിടെ വെക്കുക. ഒന്ന് നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഫ്ലേവർ ആ ഒരു അരിയിൽ അപ്പത്തിലും കൂടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ചമ്മന്തി അപ്പമൊക്കെ റെഡിയാക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യം ഒന്ന് പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണേട്ടാ. കാരണം ലാസ്റ്റ് ഇതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ടേസ്റ്റായിട്ട് പിടിച്ച് കിട്ടൂല ഇതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് ആദ്യം തന്നെ അരിയിലൊക്കെ ഇടുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ നോക്കണേ. അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് നല്ല ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് റെസ്റ്റിന് വെക്കുക. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർവ് ചെയ്യാൻ പോവാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ്. പ്രത്യേകിച്ച് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ഒരു ഐറ്റം മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്